യേശുവിനെ പിൻചെല്ലുന്നതാണ് യഥാർത്ഥ കുരിശിന്റെ വഴി. യഥാർത്ഥത്തിൽ കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് പരിശുദ്ധമായ സ്നേഹത്തിന്റെ വഴിയിലൂടെയുള്ള വ്യതിചലിക്കാതെയുള്ള യാത്രയാണ്. എന്ത്? കുരിശിന്റെ വഴി. ആ സ്നേഹത്തിൽ നിന്നും കുതിരയോടാതെയുള്ള, ആ സ്നേഹത്തിൽ എത്തിച്ചേർന്നുകൊണ്ടുള്ള ആ കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ് യഥാർത്ഥ കുരിശിന്റെ വഴി. സ്നേഹത്തിന്റെ വഴിയാണ്. കുരിശിന്റെ വഴി സ്നേഹത്തിന്റെ വഴിയാണ്. സ്നേഹത്തിന്റെ വഴിയിലൂടെയാണ് കർത്താവിന്റെ പിന്നാലെ ഒരു ദൈവവേദൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ വഴികൾ തെരഞ്ഞെടുക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ യഥാർത്ഥ കുരിശിന്റെ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. യേശുവിന്റെ വഴിയിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത്. സ്നേഹത്തിന്റെ വഴിയാണ്. അതിന് വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല, അതിന് വേറെ വിഭജിക്കാൻ പറ്റുന്ന വിഷയങ്ങളൊന്നുമില്ല. കുരിശിന്റെ വഴി സ്നേഹത്തിന്റെ വഴിയാണ്. കുരിശിന്റെ വഴി കാരുണ്യത്തിന്റെ വഴിയാണ്. കുരിശിന്റെ വഴി ദയയുടെയും അനുകമ്പയുടെയും വഴിയാണ്. അങ്ങനെ പറയാൻ പറ്റും. കാരണം പിതാവായ ദൈവം പുത്രനിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയിലേക്കുള്ള ആ സ്നേഹത്തിന്റെ പൂർത്തീകരണമായി പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയിലേക്കുള്ള വഴിയാണ് എന്ത്? യേശു കാൽവരി കുരിശിലേക്ക് നടന്നു നീങ്ങിയ കുരിശിന്റെ വഴി. അപ്പോ സ്നേഹത്തിൽ രക്ഷ പ്രാപിക്കാനുള്ള വഴിയാണ് കുരിശിന്റെ വഴി എന്ന് പറയുന്നത്. സ്നേഹമില്ലെങ്കിൽ രക്ഷ പ്രാപിക്കും. സ്നേഹം ഉണ്ടായിട്ട് കർത്താവിന്റെ പിന്നാലെ പോകാൻ പറ്റില്ലെങ്കിലോ എങ്ങനെ ശിഷ്യരായിരിക്കാൻ പറ്റും? സ്നേഹത്തിൽ കർത്താവിനെ പിൻചെല്ലുന്നതാണ്, സ്നേഹം തന്നെയായ യേശുവിനെ സ്നേഹത്തിൽ പിൻചെല്ലുന്നതാണ് യഥാർത്ഥ കുരിശിന്റെ വഴി. യഥാർത്ഥ കുരിശിന്റെ വഴി എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തിൽ സ്നേഹം തന്നെയായ യേശുവിനെ പിൻചെല്ലുന്നതാണ് യഥാർത്ഥ കുരിശിന്റെ വഴി. കാരണം കുരിശ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ്. സ്നേഹത്തിന്റെ അടയാളമാണ് കുരിശ്. മക്കളെ, നമുക്ക് ഇതിനൊക്കെ വേറൊന്നും കൂട്ടിച്ചേർക്കാനില്ല, നമുക്കൊന്നും കുറയ്ക്കാനില്ല. എന്റെ കർത്താവിനെ പിൻചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതിപ്രധാനമായിട്ട് ഈശോ പറഞ്ഞ ഒറ്റ വിഷയമുള്ളൂ: സ്നേഹത്തിൽ നീ എന്റെ പിന്നാലെ വാ. സ്നേഹത്തോടെ വരാനാണ്, എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത്. കുരിശെടുക്കാൻ പറഞ്ഞാൽ നിന്നെ ദൈവം സ്നേഹിക്കാനായി തന്നിരിക്കുന്നവരെ സ്നേഹത്തോടെ എടുക്കുക. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടുള്ള സ്നേഹത്തിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ് കുരിശിന്റെ വഴി. ഈ കുരിശിന്റെ വഴിയിലൂടെ ഇന്ന് നടന്നിട്ട് ഈ സ്നേഹത്തിലുള്ള യാത്ര നമ്മൾ ആരംഭിച്ചു എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. സ്നേഹിക്കാൻ നമ്മൾ തുടങ്ങിയോ? സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയോ? സ്നേഹത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തുടങ്ങിയോ? ഇന്നോ നമ്മെ സ്നേഹിക്കാത്തവരെയും മാറ്റിനിർത്തിയവരെയും ഉള്ളുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും തുടങ്ങിയോ? അങ്ങനെ തുടങ്ങുമ്പോഴാണ് ഈ കുരിശിന്റെ വഴി അർത്ഥപൂർണ്ണമാകുന്നത്. അതുകൊണ്ട് മക്കളെ, സ്നേഹിക്കാനുള്ള വഴിയാണ് കുരിശ് നമുക്ക് തരിക.